വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിതുവരെ സ്പിയറിൻ്റെ കേസിൽ, അതായത് സ്പിയർ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ല. നമ്മൾ സ്പിയറിൻ്റെ സ്പെഷ്യൽ കേസ് ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ സ്പിയറിൻ്റെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്പിയർ ഓഫ് ഡയമീറ്റർ 60 mm kept centrally on a square prism, side of base 50 mm and height 40 mm. അതായത് ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു സ്പിയർ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് സ്പിയറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഐസോമെട്രിക് വ്യൂ എന്തായാലും സർക്കിളായിരിക്കും സ്പിയറിൻ്റെ കേസിൽ വരും. വരയ്ക്കാൻ കുറച്ച് എളുപ്പമാണ്. സ്പിയർ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കായിരുന്നാൽ മതി. ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ഓർത്തോഗ്രാഫിക് വ്യൂ ആയിരിക്കാം. ഏറ്റവും താഴെ ഒരു സ്ക്വയർ പ്രിസമാണ്, അതിൻ്റെ മുകളിൽ സ്പിയർ ആണ്. സ്ക്വയർ പ്രിസത്തിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 50 mm, ഹൈറ്റ് 30 mm. ഇപ്പോൾ ഈ സ്പേസ് മതിയാവും. ഇപ്പോൾ നമുക്ക് നേരെ ടോപ്പ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്വയർ പ്രിസത്തിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 50 mm ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 50 mm സൈഡുള്ളൊരു സ്ക്വയർ പ്രിസം വരയ്ക്കാം. അതിൻ്റെ ടോപ്പ് വ്യൂ സ്ക്വയർ ആയിരിക്കും, പക്ഷെ അത് ആദ്യമേ ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇഷ്യൂ വരാൻ സാധ്യത ഉണ്ടാവും. നമുക്കത് അലൈൻ വേണ്ട. നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറി സ്റ്റാർട്ട് ചെയ്യാം. തിന്നായിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതിൻ്റെ മുകളിൽ വരുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 mm ആണ്. അപ്പം നമുക്ക് അവിടുന്ന് വരച്ചാൽ ഇത് വിസിബിലിറ്റി, അതായത് ഡോട്ടറായിട്ട് മാർക്ക് ചെയ്യേണ്ട കേസ് വരാൻ ചിലപ്പോൾ. അപ്പോൾ 50 mm ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 50 mm സൈഡുള്ളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. തന്നെ അതിൻ്റെ സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഏറ്റവും മുകളിലാണ് സ്പിയർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. സ്പിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 mm ആണ്. അപ്പോൾ റേഡിയസ് 30 mm ഉള്ളൊരു സർക്കിൾ എടുത്ത് നമുക്ക് സ്പിയർ കംപ്ലീറ്റ് ചെയ്യാം. റേഡിയസ് 30 mm ഉള്ള സർക്കിൾ എടുത്തു. നമ്മൾ സ്പിയറിൻ്റെ ടോപ്പ് ആയിട്ടുള്ള സർക്കിൾ വരച്ചു. ബാക്ക് കോമ്പിനേഷൻ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡാർക്ക് ആക്കുക എന്നുള്ളത് മാത്രമല്ല ഓൾറെഡി റിമൈനിങ് ആയിട്ടുള്ള. അപ്പോൾ ഡാർക്ക് ആക്കുമ്പോൾ സ്പിയറിൻ്റെ പുറത്തുള്ള പോർഷൻസ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിരിക്കുള്ളൂ. അതായത് ഈ ഒരു പോർഷൻ അതുപോലെ ഈ ചെറിയ പോർഷൻസ് വെച്ച് ബാക്കി ഒന്നും വിസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് ഡാർക്കാക്കി വരയ്ക്കാൻ. കാരണം ഡാർക്കാക്കി വരച്ചാൽ ഈ പോർഷനൊക്കെ ഡോട്ടഡ് ആക്കേണ്ടി വരും. പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഡാർക്ക് ആക്കണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഏറ്റവും താഴെ നമുക്കറിയാം സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ പ്രിസത്തിൻ്റെ ഹൈറ്റ് 30 mm ആണ്. നമുക്ക് ആദ്യം സ്ക്വയർ പ്രിസം വരയ്ക്കാം. താഴെയുള്ള സ്ക്വയർ പ്രിസമാണ്, അതിൻ്റെ ലിമിറ്റ് വരച്ചു. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 mm ആണ്. അപ്പോൾ നമുക്ക് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. 30 mm ഹൈറ്റ്,
ഓക്കെ 30 mm ഹൈറ്റുള്ള സ്ക്വയർ പ്രിസം വരച്ചു. ദെൻ അതിൻ്റെ മുകളിലാണ് ഓക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ സെൻറ്റർ മാത്രം എടുത്ത് വരച്ചാൽ മതി. ഓക്കെ ഇതിൻ്റെ മുകളിൽ ഡയമീറ്റർ 60 mm ഉള്ള സ്പിയർ, അതായത് ഫ്രണ്ട് വ്യൂ സർക്കിളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സർക്കിളാണ് വേണ്ട. സർക്കിളിൻ്റെ ഡയമീറ്റർ 60 mm ആയിരിക്കണം. സർക്കിൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടുന്ന് റേഡിയസിൻ്റെ ഡിസ്റ്റൻസ് 30 mm എടുക്കണം. ഇവിടുന്ന് 30 mm എടുത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ 30 mm റേഡിയസിൽ സർക്കിൾ വരച്ചാൽ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. 60 mm ഡയമീറ്ററും കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് 30 mm. ഓക്കെ ഇപ്പോൾ 30 mm റേഡിയസിലെ സർക്കിൾ വരച്ചു. ഇപ്പോൾ ഫ്രണ്ട് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകാം. ഐസോമെട്രിക് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ലെങ്ത് ഒക്കെ എടുത്ത് മാർക്ക് ചെയ്യാം. സ്പിയറിൻ്റെ കേസിൽ എക്സെപ്ഷൻ ഉണ്ട്, നമ്മൾ സ്പിയർ വരയ്ക്കും പറയും. ഓക്കെ ആദ്യം നമ്മൾ എന്തായാലും താഴത്തെ സോൾഡാണ് വരയ്ക്കുന്നത്. താഴത്ത് സ്ക്വയർ പ്രിസമാണ് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതാണ് സ്ക്വയർ പ്രിസം. ഓക്കെ ഫസ്റ്റ് ഒരു റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്യാം. തന്നെ അതിൽ 1 എന്നുള്ളൊരു പോയിന്റ് ഫസ്റ്റ് ഇതിൻ്റെ ബോക്സിലാക്കുക. 1 2 3 4 അതാണ് നമ്മുടെ ബോക്സ്. ദെൻ 30 ഡിഗ്രി. സ്ക്വയർ ആണ്, അപ്പോൾ എല്ലാ സൈഡിലും ലെങ്ത് സെയിം ആയിരിക്കും. ഓക്കെ ഇപ്പോൾ താഴത്തെ ബോക്സ് നമുക്ക് കിട്ടി. ഓക്കെ താഴത്തെ ബോക്സ് കംപ്ലീറ്റ് ആയി. ഞാൻ അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യണം. സ്ക്വയർ പ്രിസമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 30 mm ആയിരുന്നു. ഓക്കെ ഇനി പോയിൻറ്റ്സിൽ നിന്നല്ല 30 mm ഹൈറ്റ് മാർക്ക് ചെയ്യണം. നമുക്ക് മുകളിലത്തെ ബോക്സ് അതായത് സ്ക്വയർ പ്രിസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ അല്ലെ പ്രൊജക്ഷൻ സർക്കിൾ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ അപ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം. അവിടെ നിന്നൊരു സ്പിയർ വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അപ്പോൾ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ വരിക. ഈ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓർത്തോഗ്രാഫിക് വ്യൂവിൽ വരുമ്പോൾ ഈ പോയിൻ്റാണ്. ഈ പോയിൻ്റാണ് ഇവിടെ ഈ ഒരു പോയിൻ്റായിട്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ട്, ഈ ഡിസ്റ്റൻസ് വേണം. അതായത് സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അത് സ്പിയറിൻ്റെ പാരാമീറ്റർ അല്ല. അതുകൊണ്ട് ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ നമുക്ക് ഒറിജിനൽ ലെങ്ത് എടുത്ത് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്പിയർ ആയിരിക്കും. റേഡിയസ് ഓഫ് സ്പിയർ നമുക്കറിയാം 30 mm ആണ് റേഡിയസ്. അപ്പോൾ നമുക്ക് സ്പിയറിൻ്റെ സെൻറ്റർ ആദ്യം ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 30 mm എടുത്താൽ ഇവിടെയാണ് സ്പിയറിൻ്റെ സെൻറ്റർ വരിക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്പിയറിൻ്റെ കേസിൽ ഐസോമെട്രിക് വ്യൂവിലാണ് ഐസോമെട്രിക് ലെങ്ത് എടുക്കുക. അതും ഡിഫറെൻ്റ് ആണ്. നമ്മൾ സ്പിയറിൻ്റെ കേസിൽ പറഞ്ഞു ഐസോമെട്രിക് വ്യൂ വരുമ്പോഴത്തേക്കും ട്രൂ ലെങ്ത് അല്ല, ട്രൂ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് 1.22 ടൈംസ് ട്രൂ ലെങ്ത് എടുത്താണ് വരയ്ക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോൾ ട്രൂ ലെങ്തിലായിരിക്കും വരയ്ക്കുക.
ഇത് സ്പിയറിൻ്റെ പാരാമീറ്ററിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്, അത് സ്പിയറിൻ്റെ പാരാമീറ്റർ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റൂള് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി സ്പിയറിൻ്റെ റേഡിയസ് എടുക്കുമ്പോഴാണ് ആ ഒരു റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ 1.22 ടൈംസ് ട്രൂ ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ നേരത്തെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തായിരുന്നു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ഇത് ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യാം, വിസിബിൾ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ഒരു സൈഡിൽ 15 ഡിഗ്രി, ഒരു സൈഡിൽ 45 ഡിഗ്രി. അതായത് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കും, ഐസോമെട്രിക് സ്കെയിൽ അല്ലെങ്കിൽ ഐസോമെട്രിക് ട്രയാങ്കിളിൻ്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ 15 ഡിഗ്രി എടുക്കുന്നു, ദെൻ ഈ സൈഡിൽ നിന്ന് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഐസോമെട്രിക് സ്കെയിൽ അല്ലെങ്കിൽ ഐസോമെട്രിക് ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ നമ്മൾ താഴത്തെ ലൈൻ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ലൈനും മുകളിൽ ഐസോമെട്രിക് ലെങ്തും അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ എടുക്കുന്നതിൻ്റെ 0.816 ടൈംസ് ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, ഈ 1.22 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ട്രൂ ലെങ്ത് ലൈനായിട്ടും എടുക്കും, താഴത്തെ ലൈനെ 1.22 ടൈംസ് ട്രൂ ലെങ്ത് ആയിട്ടും എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രൂ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യും, എന്നിട്ട് ഈ ക്ലോസിംഗ് ലൈന് പാരലായിട്ട് ഇവിടെ മാർക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ ഇൻക്രീസ്ഡ് ലെങ്ത് ആയിരിക്കും കിട്ടുക, കാരണം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ്ഡ് ലെങ്ത് ആണ് ഐസോമെട്രിക് ലെങ്ത് അല്ലെങ്കിൽ 1.22 ടൈംസ് ട്രൂ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് 30 mm ഐസോമെട്രിക് ലെങ്ത് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 30 mm കോമ്പസിൽ എടുക്കുക, ട്രൂ ലെങ്ത് ലൈനിൽ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഈ ലൈനിൽ മാർക്ക് ചെയ്തു, ദെൻ അവിടുന്ന് ഈ ലൈന് പാരലായിട്ട് ക്ലോസിംഗ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെങ്ത് വേണം ഐസോമെട്രിക് ലെങ്ത് ആയിട്ട് എടുക്കാൻ. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല, നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സാണ് സ്പിയറിൻ്റെ കേസിൽ ചെയ്യുക. അപ്പോൾ ഈ ലെങ്ത് വെച്ചിട്ടാണ് ഇനി സ്പിയറിൻ്റെ ഫ്രണ്ട് അല്ല സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കേണ്ടത്. തെറ്റിപ്പോകരുത്. അതായത് സ്പിയറിൻ്റെ ഐസോമെട്രിക് ലെങ്ത് നമുക്ക് താഴെയാണ് കിട്ടിയത്. ഈ ലെങ്ത് ആണ് സ്പിയറിൻ്റെ ഐസോമെട്രിക് ലെങ്ത്. സെൻറ്ററിൽ കോമ്പസ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ, അതായത് ട്രൂ ലെങ്ത് ഇൻറ്റു 1.22 ടൈംസ് എടുത്ത റേഡിയസ് അതെടുത്തിട്ട് സ്പിയറിൻ്റെ സർക്കിള് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരിക. ഈ ശ്രദ്ധിക്കുക, നമ്മുടെ മറ്റേ മുമ്പേ മാർക്ക് ചെയ്ത സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴെ കൂടെ ആയിരിക്കും എപ്പോഴും പാസ് ചെയ്യുക. അതുകൊണ്ട് പെട്ടെന്ന് തെറ്റാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത സ്ക്വയർ സ്ലാബ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസത്തിൻ്റെ സെൻറ്റർ ഇതാണ്. ഇവിടുന്ന് സെൻറ്റർ ടു സെൻറ്റർ എടുത്ത് ഒറിജിനൽ റേഡിയസിൽ മാർക്ക് ചെയ്തെങ്കിൽ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോയാൽ ഇൻക്രീസ്ഡ് റേഡിയസ് ആയതുകൊണ്ട് താഴത്തെ ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും, താഴത്തെ പോർഷനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമുക്കിനി വിസിബിൾ ആയിട്ടുള്ള ലൈൻസ് എല്ലാം ഡാർക്ക് കൂടെ ആക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ഡയമെൻഷൻ തന്നെ മാർക്ക് ചെയ്താൽ മതി. അതായത് റേഡിയസ് 30, സ്പിയർ ആയതുകൊണ്ട് നമ്മൾ SR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സ്പിയർ റേഡിയസ് 30 എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ആക്ച്വലി 30 കൂടുതലുണ്ട്, 30 × 1.22 ടൈംസ് ആണ്. പക്ഷേ നമ്മൾ നേരത്തെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ലെങ്ത് കുറവാണെങ്കിൽ ഒറിജിനൽ ലെങ്ത് ഡയമെൻഷൻ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ കേസും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്പിയർ വരിക. പ്രൊജക്ഷൻ ആയാലും സെയിം തന്നെയാണ് വരിക, പക്ഷെ ഡിഫറൻസ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ലെങ്ത്, അതായത് നമ്മൾ താഴെ സ്പിയറിൻ്റെ സെൻറ്ററും സ്ക്വയർ പ്രിസത്തിൻ്റെ സെൻറ്ററും ആ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യണം,
ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ ലെങ്ത് നമ്മൾ എടുക്കുമ്പോൾ അതായത് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. ഇതിൻ്റെ സെൻറ്റർ ഇട്ട് കഴിഞ്ഞാൽ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലെങ്ത് എടുത്തിട്ട് ഇതിവിടെ താഴത്തെ സ്കെയിലിൽ മാർക്ക് ചെയ്യണം. എന്നിട്ടിത് മുകളിലേക്ക് ക്ലോസിങ് ലൈൻ മുകളിലേക്ക് വരച്ച് ആ റിഡ്യൂസ്ഡ് ലെങ്ത് എടുത്തായിരിക്കും സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സെൻറ്റർ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിലാണ് സെൻറ്റർ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും സെൻറ്റർ വരുന്നത്. പക്ഷേ എന്നിട്ട് അവിടുത്തെ റേഡിയസ് എടുത്ത് വരയ്ക്കുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഒറിജിനൽ 3 mm എന്നുള്ള 30 mm അല്ലെങ്കിൽ 3 cm എന്നുള്ള ഒറിജിനൽ റേഡിയസ് എടുത്ത് വേണം ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ അപ്പോഴും എന്ത് പറ്റും, ഇനി ഒരു ഫിഗർ വരും. അപ്പോഴും നമുക്ക് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ സെൻറ്ററിനേക്കാളും താഴെയായിപ്പോൾ, അല്ലെങ്കിൽ സ്പിയറിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിനേക്കാളും താഴെ, സ്പിയറിൻ്റെ അല്ല, സ്ക്വയർ പ്രിസത്തിൻ്റെ ടോപ്പിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് ആ സെൻറ്ററിനേക്കാളും താഴെ കൂടെ തന്നെ ആയിരിക്കും പാസ് ചെയ്യുക. അതാണ് സ്പിയറിൻ്റെ കേസിൽ നമുക്ക് പെട്ടെന്ന് തെറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ സെൻറ്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് അതിൻ്റെ താഴെ കൂടെ ആയിരിക്കും പ്രൊജക്ഷൻ ആയാലും വ്യൂ ആയാലും പാസ് ചെയ്ത് പോവുക. ഓക്കെ, അത് നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് നോക്കി വരയ്ക്കാം. ബാക്കി പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ സ്പിയർ ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു ഹെമിസ്ഫിയറിൻ്റെ അല്ലെങ്കിൽ സ്പിയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്തായാലും ഇത്രയാണ് ഈ മൊഡ്യൂളിലുള്ളത്. ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.